സോ കേറിവാടാ മക്കളയിൽ 4ാമത്തെ ചോദ്യം പോവാണ്. ഈ നാല് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലും നമുക്ക് സവാരി ഗിരിഗിരിയിൽ കയറാം. 5ാമത്തെ ചോദ്യത്തിന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി കയറാം. ഓക്കെ, റെഡിയാണല്ലോ? റെഡിയാണ്. ഇതാ 4ാമത്തെ ചോദ്യം. വെള്ളാനുകളുടെ നാട് എന്ന സിനിമയിൽ കരമന ജനാർദ്ദനൻ ചെയ്ത കഥാപാത്രം ഒരു പാലം പണിഞ്ഞിട്ട് അത് പൊളിച്ച് ഒരു ബസ് പുഴയിലേക്ക് വീഴ്ത്തുന്നുണ്ട്. അതിൽ എത്ര യാത്രക്കാർ ഉണ്ടെന്നാണ് സിനിമയിൽ പറയുന്നത്? ഭയങ്കര കടുപ്പമാണ്. എ 85, ബി 65, സി 75. ബി 65. ചോദിച്ചു നോക്കിയല്ലോ, സംശയം. ഓക്കെ, ചോദിക്കാം. പറഞ്ഞു. അറിയാമോ? ശരിക്കും അറിയത്തില്ല. എന്നാലും ഒരു ഗസ്സു. 85 ആണോ? 85 ആണെന്ന് തോന്നുന്നു. പറയട്ടെ. പറഞ്ഞു. ഓപ്ഷൻ എ 85. ഓപ്ഷൻ എ 85 ഞാൻ എടുത്തിട്ട് പൂട്ടി വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ്. ഓക്കെ സർ. ആദ്യം ഏതാ പറഞ്ഞേ? ആദ്യം 75 പറഞ്ഞത്. അതൊരു 25ന്റെ ഗുണിതമാണല്ലോ എന്ന് വെച്ച് പറഞ്ഞതാ. അതായിരുന്നില്ലേ ശരി? ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. ടെൻഷനുണ്ടോ? ഇല്ല, ഒട്ടും ഇല്ല, ടെൻഷൻ ഇല്ല. കാരണം ഇത് ലോകമെമ്പാടുമുള്ള മലയാളികൾ കാണുന്നൊരു ഇതാണ്. അതിനകത്ത് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം തെറ്റിപ്പോയി എന്ന് പറയുമ്പം അത് സാരമില്ല, അത് സാരമില്ല. അങ്ങനെ ഒരു പങ്കെടുക്കുക എന്നുള്ളതാണ്. അതെ അതെ സാർ, സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിക്കുന്ന പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല സാറിനെ നേരിട്ട് കാണാൻ പറ്റുന്നു, ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കാൻ പറ്റുന്നു. കാരണം ഞാൻ പാട്ടുകാരിയൊന്നും അല്ല, അപ്പൊ റിയാലിറ്റി ഷോയിലോ അങ്ങനെയൊന്നും വരേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ദൂരെ വല്ല ഗാനമേളയിൽ വല്ല ഒന്ന് കാണാൻ പറ്റുമെന്ന്. പക്ഷെ ഇപ്പൊ ഇരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, സാറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതൊക്കെ സന്തോഷം. സന്തോഷം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എൻ്റെ അടുത്ത്? സാറ് എല്ലാവരുടെ നക്ഷത്രം ചോദിക്കാറുണ്ടല്ലോ. സാറിന്റെ നക്ഷത്രം ഏതാ? എന്റെ നക്ഷത്രം രേവതി. രേവതി. എന്റെ മാത്രമല്ല, എന്റെ സുഹൃത്ത് മോഹൻലാലിന്റെ നക്ഷത്രവും രേവതിയാണ്. അതുപോലെ കേട്ടിട്ടുണ്ടോ എം ജി രാമചന്ദ്രൻ? കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നക്ഷത്രവും രേവതിയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് രേവതി നക്ഷത്രക്കാർ. പിന്നെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ സാറ് സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഫേവറേറ്റ് ദൈവം ആരാന്ന് ചോദിക്കാറുണ്ടല്ലോ. ഫേവറേറ്റ് ദൈവം? എനിക്ക് എല്ലാ ദൈവങ്ങളും ഒരുപോലാണ്. കാരണം ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് ഹിന്ദു മതത്തിൽ ജനിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ ആരാധിക്കുന്നത് മൂകാംബിക ദേവിയാണ്, സംഗീതത്തിന്റെ സരസ്വതി. മൂകാംബിക ദേവി, അതുപോലെ തന്നെ ശിവൻ, അങ്ങനെയുള്ള എല്ലാ, ഗുരുവായൂർ പോകും, ഞാൻ എല്ലാ അമ്പലങ്ങളിലും പോകും. അതുപോലെ എനിക്ക് ജീസസ് ക്രൈസ്റ്റിലും എനിക്ക് അതുപോലെ തന്നെയാണ് വിശ്വാസമുണ്ട്. അള്ളാഹുവിലും വിശ്വാസമുണ്ട്. കാര്യം എന്താണെന്ന് ഞാൻ തുറന്നു പറയാം. അതായത് ഞാൻ ഈ നിലയിലെത്തിയത് അയ്യപ്പന്റെ പാട്ട് പാടിയിട്ടുണ്ട്, ജീസസ് ക്രൈസ്റ്റിന്റെ പാട്ട് പാടിയിട്ടുണ്ട്, മാതാവിന്റെ പാട്ട് പാടിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ പാട്ട് പാടിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ 2-3 ദിവസത്തിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് അസീസിന് വേണ്ടിയിട്ട് 2 മനോഹരമായിട്ടുള്ള മുസ്ലിം ഡിവോഷണൽ പാടി. അതിനകത്ത് ഒരു ലത്ത് എന്നൊക്കെ ഉള്ള വാക്കുകളുണ്ട്, അത് കുറച്ച് കറക്ഷനുണ്ട്. അപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അത് 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 ഒറിജിനൽ മാപ്പിളപ്പാട്ട്. ഇപ്പം മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ എല്ലാം പ്രേമത്തിലാണ് പൊക്കൊണ്ട്. പണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചോണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പാടിയിരിക്കുന്ന അള്ളാഹുവിനെ സ്തുതിച്ചോണ്ടുള്ള ഒരു പാട്ടാണ്. എനിക്ക് അങ്ങനെയുള്ള പാട്ടുകളാണ് ഇഷ്ടം, മാപ്പിളപ്പാട്ടിൽ. അപ്പോൾ അതിനകത്ത് ചില കടിപ്പപ്പെട്ട വരികളൊക്കെ വരും. അപ്പോൾ അത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അവർക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പം ഇവർ 3 പേരും തന്ന ഒരു ശക്തിയിലാണ് ഈ പാവപ്പെട്ട എളിയ കലാകാരൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതുമ്പോഴും, ആദ്യം ഒരു പാട്ട് എഴുതുമ്പോഴും ഓം എന്ന് എഴുതിയിട്ട് ഒരു കുരിശ് വരച്ചിട്ട് ഒരു ചന്ദ്രക്കല കാണും. അതെൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് എല്ലാം അറിയാം. ചിലർ അമ്മ എന്നെഴുതിയിട്ട്, ഗിരീഷ് പുത്തഞ്ചേരി അമ്മ എന്നെഴുതിയിട്ട് 2 കുത്തിരും. പക്ഷെ ഞാൻ 3 ഇത് ഓം, ഒരു ചന്ദ്രക്കല, ഒരു കുരിശ് എഴുതിയിട്ട് അതിൽ തൊട്ട് നെഞ്ചത്ത് വെച്ചിട്ട് ഇന്ന് വരെ, ഞാൻ 42 വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുന്നു, ഇന്ന് വരെ ഒരു പാട്ട് പേപ്പറിൽ കുറിക്കത്തുള്ളൂ. ഇത്രയും പോരെ? മതി സർ. അപ്പോ എ 85 എന്നാണ്, 75 എന്നായിരുന്നു ആദ്യം പറഞ്ഞു. വിഷമിക്കേണ്ട, ഒരു ചോദ്യം തെറ്റിയോണ്ട് കുഴപ്പമൊന്നുമില്ല. 75 ഉത്തരം. സാരമില്ല, ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ടല്ലോ. സോ കൺഗ്രാറ്റുലേഷൻസ്, എ 85 is the correct answer. 1000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു
ഇത് കേറിപാടാ മക്കളെ. അഞ്ചാമത്തെ ചോദ്യം ഇതാ. മോഹൻലാൽ അവതരിപ്പിച്ച CP എന്ന കഥാപാത്രം പലപ്പോഴായി കയറിയിറങ്ങുന്ന മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ആ മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? A മുത്താരംകുന്ന്, B താഴേക്കുന്ന്, C മേലേക്കുന്ന്. 20 seconds യുവർ ടൈം സ്റ്റാർട്ട്സ്. ഓപ്ഷൻ എ മുത്താരംകുന്ന്. മുത്താരംകുന്ന് ലോക്ക് ചെയ്യണോ, ചോദിക്കണോ, ലോക്ക് ചെയ്യണോ? എന്നാ ചോദിക്കാം. CP എന്ന കഥാപാത്രം പലപ്പോഴായി കയറി ഇറങ്ങുന്ന മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? മുത്താരംകുന്ന്, താഴേക്കുന്ന്, മേലേക്കുന്ന്. മമ്മൂട്ടിയുടെ ഒരു ആക്ഷൻ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? താഴേക്കുന്ന്. അയ്യോ, ഞാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, ചെലവുണ്ട് കേട്ടോ. അത് സത്യമാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളെല്ലാം അങ്ങ് മുത്താരംകുന്നും മേലേക്കുന്നിലൊക്കെ പോയി. ഞാൻ ഇങ്ങനെ പറഞ്ഞു താഴേക്കുന്ന്. ശരിയാണോന്ന് എനിക്കറിയണ്ട, ഞാനൊരു ആക്ഷനാ പറഞ്ഞു. എന്നാലും സാറിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അല്ല, എന്നെ അങ്ങനെ വിശ്വസിക്കരുത്. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ എടുത്തിട്ട് പന്തടിക്കും. അയ്യോ, മുത്താരംകുന്ന് പറഞ്ഞാൽ ശരി. മുത്താരം ഞാനിങ്ങനെ മമ്മൂട്ടിയുടെ ഒരു സാധനം പറഞ്ഞു. മമ്മൂട്ടി മുത്താരംകുന്നിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടോ? മമ്മൂട്ടി ഇല്ലല്ലോ മുത്താരംകുന്നില്. ഇല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയായിരിക്കും. അപ്പൊ എന്തായാലും B താഴേക്കുന്ന് ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. പൂട്ടിക്കും. ഓക്കെ, അപ്പൊ താഴേക്കുന്ന് B താഴേക്കുന്നാണ് ഉത്തരം നൽകിയിരിക്കുന്നത് അല്ലേ? എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചറിൽ ഒരുപാട് പ്ലാൻ ഉണ്ട്. അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അഭിനയിക്കാൻ അങ്ങനെ താല്പര്യമൊന്നുമില്ല, പക്ഷെ ആരെങ്കിലും വിളിച്ച് നിർബന്ധിച്ചാ ഞാൻ നിർബന്ധിച്ചാ ചെയ്യും. ചെയ്യും ചെയ്യും ചെയ്യും. അതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ആരെങ്കിലും ഇപ്പം ഞാൻ വന്നാലേ ഈ സിനിമ നടക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പോകും. എന്റെ നക്ഷത്രം ചോദിച്ചല്ലോ. ആ, നിങ്ങളുടെ നക്ഷത്രം എന്താണ്? എന്റെ പൂരാടം. പൂരാടം. പൂരാടം പുരുഷ ലക്ഷണമാണ്. പൂരാടത്തിലുള്ള വല്ല സെലിബ്രിറ്റികളും ഉണ്ടോ? അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വേണേ തപ്പിപ്പിടിച്ചിട്ട് ഞാൻ ഇതിന്റെ പ്രൊഡ്യൂസർ ചഞ്ചിത്തിന്റെ അടുത്ത് പറഞ്ഞേക്കാം. ചുമ്മാ അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചത്. അപ്പൊ B താഴേക്കുന്ന് മമ്മൂട്ടി അല്ലേ? അതെ, B താഴേക്കുന്ന് ഉത്തരം ശരിയാണ്. വീണ്ടും 1000 രൂപ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് വെരി യു ഗുഡ്, സർ, വെരി താങ്ക് ഗുഡ്. യു സോ മച്ച്. കേറിവാട മക്കളയിൽ ഗോപിക 5 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകി. വെരി ഗുഡ്, താങ്ക് യു സർ.